മന്ത്രിയുടെ വാക്കുകളിലേക്ക്. മണിക്കൂറിൽ 55 കിലോമീറ്ററിനേക്കാൾ വേഗതയിൽ വീശുന്ന കാറ്റായി പ്രത്യേകിച്ച് തീരദേശം ഉൾപ്പെടെയുള്ള മേഖലകളിൽ അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ ജാഗ്രത കാര്യത്തിൽ പുലർത്തണം എന്ന ഒരു പൊതുവായ നിർദ്ദേശം വന്നിട്ടുണ്ട്. അതിതീവ്ര മഴയിൽ നിന്ന് നമ്മൾ തീരെ പുറകോട്ട് പോയിട്ടില്ല. ഇന്നലെ ഇപ്പോൾ നമുക്ക് ഒരു 18 മണിക്കൂറിനിടയിൽ മഴയുടെ അളവിൽ ചെറിയ കുറവുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിതീവ്ര മഴ എന്നുള്ള പൊതുവായിട്ടുള്ള നിർദ്ദേശത്തിൽ നിന്ന് യാതൊരു കുറവും വരാത്ത വിധത്തിൽ അതിൻ്റെ പ്രവചനങ്ങൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഡാമുകൾ പൊതുവെ സുരക്ഷിതമാണ്. എന്നാൽ അലർട്ട് പ്രഖ്യാപിച്ചതും റെഡ് അലർട്ടിലേക്ക് പോയതും ഡേഞ്ചറസ് ആണ് എന്ന് പ്രഖ്യാപിച്ചതുമായിട്ടുള്ള ഡാമുകളിൽ നല്ലതുപോലെയുള്ള നിരീക്ഷണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഓറഞ്ച് ബുക്ക് 2021 പറയും പ്രകാരം അപകടമായ സ്ഥലങ്ങളിലും അങ്ങനെ പ്രഖ്യാപിച്ച ആളുകളെയും നിർബന്ധമായ എവിക്ഷന് വിധേയമാക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതനുസരിച്ച് അങ്ങനെയുള്ള മാറ്റങ്ങൾ ആളുകളെ മാറ്റേണ്ടത് എത്ര പ്രധാനമാണെങ്കിലും ക്യാമ്പുകൾ തുറക്കാനായിട്ട് ഒരു തടസ്സവും സർക്കാരിൻ്റെ ഭാഗത്തില്ല.